ആദ്യം ശ്രീ ബി ഗോപാലകൃഷ്ണനിലേക്ക്. ശ്രീ ഗോപാലകൃഷ്ണൻ, ധനമന്ത്രി ഈ ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം മാധ്യമങ്ങളെ കണ്ടു. ധനമന്ത്രിക്ക് പറയാനുണ്ടായിരുന്നത് ഈ സാമ്പത്തിക സാഹചര്യത്തിനൊക്കെ വഴിവെച്ചത് കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളാണ്. കടമെടുക്കുന്നതിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം, എല്ലാ ഘട്ടങ്ങളിൽ നിന്നും സംസ്ഥാന സർക്കാരിന് നേരെ സമ്മർദ്ദമുണ്ടായി. ഹാർഡ് ബജറ്റ് കൺസ്ട്രെയിൻസിൽ നിന്നാണ് ഒരു ബജറ്റ് തയ്യാറാക്കിയത് എന്നാണ് ധനമന്ത്രി പറഞ്ഞത്. GST കുടിശ്ശിക ലഭിക്കുന്നില്ല, ഒട്ടനവധി പരാതികൾ. കേന്ദ്രത്തിൻ്റെ നയം സംസ്ഥാനത്തെ സാമ്പത്തികമായി തകർത്തു എന്നാണ് ധനമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ധനമന്ത്രിയുടെ ആ പ്രതികരണം അല്ലെങ്കിൽ ധനമന്ത്രിയുടെ ന്യായീകരണം എത്രമാത്രം ശരിയാണ്? ഞാൻ ശ്രീ ഗോപാലകൃഷ്ണനിലേക്ക് വരാം. ശ്രീ മുജീബ് കാടേരി, വലിയ വിലക്കയറ്റം എല്ലാ മേഖലകളിലും ഉണ്ടാകും എന്നാണ് ബജറ്റ് നൽകുന്ന സൂചന എന്നാണ് വിദഗ്ധരുടെ ഒരു അഭിപ്രായം. എന്തു തോന്നുന്നു ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ച്? പറഞ്ഞതുപോലെ ഈ വർഷത്തെ ഇന്ന് അവതരിപ്പിക്കപ്പെട്ട സംസ്ഥാന ബഡ്ജറ്റ് കേരളത്തിലെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ നിരാശാജനകമായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ്. സ്വാഭാവികമായിട്ടും ഒരു ഗവൺമെന്റ് സംവിധാനത്തിന് ഇത്തരത്തിലുള്ള ആസൂത്രണത്തിലുണ്ടാവേണ്ട പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് ഒന്ന് പ്രധാനപ്പെട്ട വികസന പദ്ധതികൾക്കുള്ള ഗവൺമെന്റിന്റെ സമീപനമാണ്. മറ്റൊന്ന് സാധാരണക്കാരുൾപ്പെടെയുള്ള ജനങ്ങളുമായി ബന്ധപ്പെട്ട ക്ഷേമ പ്രവർത്തനങ്ങളിലുള്ള ഗവൺമെന്റിന്റെ സമീപനമാണ്. ഈ രണ്ട് മേഖലകളെടുത്ത് പരിശോധിച്ചാൽ സമ്പൂർണ്ണമായും പരാജയമായൊരു ബഡ്ജറ്റാണ് ഗവൺമെന്റ് ഇന്ന് അവതരിപ്പിച്ചത് എന്നുള്ളതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. നമുക്കറിയാവുന്നതുപോലെ 2 രൂപ ഡീസൽ പെട്രോൾ ഇനങ്ങൾക്ക് വർദ്ധിപ്പിക്കുക വഴി സെസ് ഏർപ്പെടുത്തുക വഴി സാധാരണക്കാരുടെ ജീവിതം ഏറെ ദുസ്സഹമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളം എത്തിപ്പെടുകയാണ്. മാത്രവുമല്ല, സാധാരണക്കാരുമായി ബന്ധപ്പെട്ടത് അവരുടെ വീടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. സംസ്ഥാനത്ത് ഗവൺമെന്റ് ലൈഫ് മിഷന്റെ പേരിൽ ആരംഭിച്ചിട്ടുള്ള പദ്ധതികൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു പരിഗണനയോ പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശങ്ങളോ ഒന്നും ഉൾപ്പെടുത്തിയില്ലെന്ന് മാത്രമല്ല, ഗവൺമെന്റ് ആ മേഖലയിലും തികഞ്ഞ അവഗണനയാണ് ഈ ബഡ്ജറ്റിൽ കാണിച്ചിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. പിന്നെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ജീവിത സന്ധാരണത്തിന് വളരെ സഹായകരമായിട്ടുള്ളത് ഒന്നാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ കാര്യത്തിൽ ഒരു വർധനവും വരുത്താതെ ഗവൺമെന്റ് സാധാരണ ജനങ്ങളുടെ വയറ്റത്തടിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങൾ വഴി. ചുരുക്കത്തിൽ വിലവർധനവ് ഒരു ഭാഗത്ത്, സാധാരണക്കാർക്ക് ലഭ്യമാകുന്ന തുച്ഛമെങ്കിലും അവരുടെ ജീവിത സന്ധാരണത്തിന് ഉപയോഗപ്പെട്ടിരുന്ന ക്ഷേമ പെൻഷനുകളിൽ യാതൊരു മാറ്റവും വരുത്താതെ അതുപോലെ നിലനിർത്തിയൊരു സാഹചര്യം. നമുക്കറിയാം നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധനയിൽ വന്നിട്ടുള്ള സാഹചര്യം. ഇപ്പോൾ പെട്രോളിനും ഡീസലിനും സെസ് ഏർപ്പെടുത്തുക വഴി ഉണ്ടായിട്ടുള്ള അധിക ചെലവിനെ തുടർന്ന് വന്നേക്കാവുന്ന സാമ്പത്തികമായ ബാധ്യത, ഇതൊക്കെയും നേരിടുന്നതിന് സാധാരണക്കാരെ പര്യാപ്തമാക്കുന്നതിനുള്ള ഒരു പരിശ്രമവും നിർഭാഗ്യവശാൽ ഗവൺമെന്റിന്റെ ബഡ്ജറ്റിൽ ഉണ്ടായില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം.